ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം സെമിയിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ 363 റൺസ് പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് മുൻനിര വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, 363 റൺസ് എന്ന് പറയുന്നത് ഒരു കൂറ്റൻ വിജയലക്ഷ്യം തന്നെയാണ്. ശരാശരിയേക്കാൾ മുകളിലുള്ള ഒരു വിജയലക്ഷ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് ഈ രണ്ട് രാജ്യങ്ങളും നേർക്കുനേർ വന്നപ്പോൾ ത്രിരാഷ്ട്ര ടൂർണമെന്റിലടക്കം വിജയം ഒപ്പം നിന്നത് ന്യൂസിലാൻഡിനൊപ്പമാണ്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഒരു നില എങ്ങനെയാണ്? വിജയ സാധ്യത ആർക്കാണ് പ്രവചിക്കപ്പെടുന്നത്? എന്തായാലും ആവേശകരമായ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാം സെമി നടക്കുകയാണ്. ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയുമായിട്ട് ന്യൂസിലാൻഡ് ഉയർത്തിയ വലിയൊരു സ്കോർ തന്നെയാണ് ഉയർത്തിയത്. 362 റൺസാണ് ന്യൂസിലാൻഡ് ഉയർത്തിയത്. 6 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ന്യൂസിലാൻഡ് ആ റൺസ് ഉയർത്തിയത്. എന്തായാലും ആ റൺസ് ഉയർത്തി. പക്ഷേ അതിന് 363 റൺസുമായി ബാറ്റിംഗിൽ ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുൻനിര വിക്കറ്റുകളെല്ലാം തന്നെ നഷ്ടമാവുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ 37 ഓവർ പിന്നിടുമ്പോൾ അവിടെ 211 6 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക. എന്തായാലും ആ രീതിയിൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. മുൻനിര വിക്കറ്റുകൾ നഷ്ടമാകുന്നു. അവിടെ നായകൻ ടെമ്പ ബാവുമ മാത്രമാണ് ഒരു ഭേദപ്പെട്ട അതോടൊപ്പം തന്നെ വാൻഡ്രേഴ്സണും മാത്രമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇരുവരും അർദ്ധ സെഞ്ചുറി നേടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീട് ഡേവിഡ് മില്ലർ അടക്കം പ്രതിരോധിക്കാനാവാതെ ഔട്ടായി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. എന്തായാലും മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് ന്യൂസിലാൻഡ് നിരക്ക് കഴിയുന്നു എന്നതാണ് പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കെയിൻ വില്യംസൺ അടക്കം മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. രച്ചിൻ രവീന്ദ്ര മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ടുപേരും സെഞ്ചുറി തയ്ക്കുന്നു. ഈ രീതിയിൽ ഒരു മികച്ച സ്കോറിലേക്ക് ന്യൂസിലാൻഡിന് എത്താൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും 362 റൺസാണ് ന്യൂസിലാൻഡ് ഉയർത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ അവിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് തങ്ങളുടെ വിക്കറ്റുകളെല്ലാം തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം ന്യൂസിലാൻഡ് തന്നെയാണെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇതിൽ വിജയവുമായി ഇന്ത്യ ഏറ്റുമുട്ടും. എന്തായാലും നിലവിൽ ഒരു 211 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലാണ് ന്യൂസിലാൻഡ്. ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം സെമിയിൽ കരുത്തന്മാരുടെ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസിലാൻഡിനാണ് ഒരു ശതമാനമെങ്കിലും മുൻതൂക്കമുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണൻ.